എല്ലാവർക്കും നമസ്കാരം. ബൊഗോട്ടയിലെ യാത്രയ്ക്ക് ശേഷം കൊളംബിയയിലെ മറ്റ് ഒരു സ്ഥലമായ സാൾട്ട് ചർച്ച് സിപ്പാക്യൂറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്. ബൊഗോട്ടയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഒരു ഗൈഡിനെ കൂട്ടിയിട്ടാണ് നമ്മുടെ യാത്ര. കാരണം അര ദിവസം കൊണ്ട് ഈ സ്ഥലം പോയി വരാൻ ഒരു ടാക്സി അല്ലെങ്കിൽ ഒരു ഗൈഡിനെ കൂട്ടുക മാത്രമേ രക്ഷയുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടെ 2 പാക്കേജാണ് ഞാൻ പോയത്. ആദ്യം ബൊഗോട്ടയിലെ ഒരു പാക്കേജ് ഗെറ്റ് യുവർ ഗൈഡ് മുഖാന്തരം ബുക്ക് ചെയ്തതാണ്. സാധാരണഗതിയിൽ അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ ഒരു 30 മുതൽ 35 വരെ ആൾക്കാർ ഒരു ടീമിലുണ്ടാവും. ഇപ്രാവശ്യത്തെ കേസിൽ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരു വക്കീലാണ്. പുള്ളിയുടെ ഒരു പാഷൻ പോലെ ഗൈഡ് പരിപാടിയുണ്ട്. അത്യാവശ്യം നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഫിലിപ്പെ എന്നാണ്. നമ്മുടെ ഫിലിപ്പ് എന്ന് പറയുന്നതിൻ്റെ സ്പാനിഷ് വേർഷനാണ് ഫിലിപ്പെ. പുതിയ വണ്ടി എടുത്തിട്ട് 2ാമത്തെ പാസഞ്ചറാണ് ഞാൻ, 2ാമത്തെ ടൂറിസ്റ്റ്. ഇതിങ്ങനെ നമ്മൾ ഇതിലേക്ക് സാൾട്ട് പള്ളിയിലേക്ക് എൻട്രൻസ് ചെറിയ ഫീ ഉണ്ട്, അത് കൊടുത്തിട്ട് ഇവിടെ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതിൽ പാസേജിലേക്ക് വളരെ ലൈറ്റപ്പൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. 1935 ഖനിത്തൊഴിലാളികൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് ആദ്യം തുടങ്ങിയത്. ആയിരത്തി 1935 ഇങ്ങനെ ചെറിയ രീതിയിൽ മൈൻ തൊഴിലാളികൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ടായത്. അതിനുശേഷം 1995 ഈ കാണുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ഉണ്ടായത്. ഇവിടുത്തെ ഗവൺമെൻറ്റും വിശ്വാസികളും പിന്നെ പുരാവസ്തു ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇതൊരു വിനോദസഞ്ചാര സ്ഥലമാക്കി മാറ്റിയത്, തീർത്ഥാടന സ്ഥലമാക്കി മാറ്റിയത്. മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരികവും മതപരവുമായ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഒരു കാലത്ത് കൊക്കൈൻ രാജാവ് എസ്കോബാർ വലസ്യ നാടാണെങ്കിൽ പോലും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ആരും ഒട്ടും പിന്നിലല്ല. വീഡിയോ കണ്ടതിന് വളരെ നന്ദി. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ബൈ.